ക്രിസ്തുമസിനെ വരവേൽക്കാൻ പാറക്കെട്ടുകളിലും പറമ്പുകളിലുമെല്ലാം ഉണ്ണീശോ പുല്ലുകൾ നിറച്ച് പ്രകൃതിയും ഒരുങ്ങി. തൊടുപുഴയിൽ നിന്നൊരു കാഴ്ച. നവംബർ ഡിസംബർ മാസങ്ങളിലെ തണുപ്പ് കാലാവസ്ഥയിലാണ് നാട്ടിൻപുറങ്ങളിൽ ഉണ്ണീശോ പുല്ലുകൾ എന്ന് വിളിക്കുന്ന ഈ ചെടി വളരുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂവിടുന്ന ഇവ തണുപ്പ് കാലം മാറുന്നതോടെ ഉണങ്ങിപ്പോവുകയും ചെയ്യും. പണ്ട് കാലം മുതൽ പുൽക്കൂടുകൾ മേയാനും ഉള്ളിൽ നിരത്താനും ഉപയോഗിച്ചിരുന്നത് ഉണ്ണീശോ പുല്ലുകളാണ്. നവംബർ മാസം ഒരു പകുതിയാകുമ്പോൾ മുതൽ ഈ പുല്ലുകളൊക്കെ ഇവിടെ കിടത്തു തുടങ്ങും. ഈ പരിസരവാസികളും ദൂരെ നിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഉണ്ണീശോ പുൽക്കൂടുണ്ടാക്കാനായിട്ട് ഇവിടെ വന്ന് പുല്ലെടുത്തുകൊണ്ട് പോവുകയും വളരെ മനോഹരമായിട്ട് ആ പുൽക്കൂട് നിർമ്മിക്കുകയും പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊക്കെ ഇവിടെ വന്ന് പുല്ല് എത്തിക്കൊണ്ട് പോയി പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റെഡിമെയ്ഡ് പുൽക്കൂടൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഈ ഉണ്ണീശോ പുല്ല് തന്നെ വേണം അതും അലങ്കരിക്കാനായിട്ട്. വിവിധ തരത്തിലുള്ള പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ഒക്കെ വിപണിയിൽ നിന്നും വാങ്ങാൻ കിട്ടും. എന്നാൽ പരമ്പരാഗത രീതിയിൽ ഉണ്ണീശോ പുല്ലുകൾ ഉപയോഗിച്ചുള്ള പുൽക്കൂടുകളുടെയും മുള കൊണ്ടുള്ള നക്ഷത്രങ്ങളുടെയും ഒക്കെ നിർമ്മാണം ഗ്രാമങ്ങളിലും ദേവാലയങ്ങളിലും ഇന്നും സജീവമാണ്. പരമ്പരാഗതമായി ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ യഥാർത്ഥത്തിൽ പുൽക്കൂടായിരുന്നു. അതുകൊണ്ട് ആ പരമ്പരാഗത രീതിയിലുള്ള പുൽക്കൂടാണ് സേവ്യസ്വാമിയിൽ നിർമ്മിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് ആദ്യമായി പുൽക്കൂട് നിർമ്മിച്ചതും വളർത്തുമൃഗങ്ങളെ അതിൽ ആക്കിക്കൊണ്ട് ആയിരുന്നു അദ്ദേഹം പുൽക്കൂട് നിർമ്മിച്ചത്. എന്നാൽ ഇന്ന് വളർത്തുമൃഗങ്ങളല്ല, സ്റ്റാച്യൂസാണ്. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പരമ്പരാഗതമായ രീതിയിലുള്ള പുൽക്കൂടാണ് നിങ്ങളിവിടെ കാണുന്നത്. പാറക്കെട്ടുകളിലും പറമ്പുകളിലും വഴിയോരങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന ഉണ്ണീശോ പുല്ലുകളായിരുന്നു ഒരു കാലത്ത് പുൽക്കൂടുകളെ അലങ്കരിച്ചിരുന്നത്. ഇന്നിപ്പോൾ റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്ക് വഴിമാറിയെങ്കിലും ഓരോ ക്രിസ്മസ് കാലവും പ്രകൃതി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഉണ്ണീശോ പുല്ലുകൾ നിറഞ്ഞ ആലക്കോട് ഇടിവെട്ടിപ്പാറയിൽ നിന്നും ക്യാമറമാൻ റൈസൻ DS രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.